അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപോലെ തന്നെ 130 വർഷം പഴക്കമുള്ളൊരു പള്ളീൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഇവിടെയുള്ള ഇമാമിനോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പള്ളീൻ്റെ ഫ്രണ്ടേജ് ആദ്യത ഒന്ന് കണ്ടോളി. ഇതാണ് പള്ളി. 130 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. അപ്പോൾ നമുക്ക് ഈ പള്ളീൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. ഓക്കെ, अस्सलाम वालेकुम। नाम बोलिए। वालेकुम अस्सलाम। नाम? राशिद। गुफरान। मोहम्मद हाशिम। गुलशन उमर। अब्दुल वाहिद। नईम अहमद मेरठ। मोहम्मद यूनुस मेरठ। नसीम मेरठ। इरशाद अली। हाफिज़ मोहम्मद यूसुफ मेरठ। അപ്പം ഈ പള്ളിത്തെ ഇമാം അപ്പം ഇമാമാണിത്. അപ്പം ഇദ്ദേഹം നമുക്കിപ്പോൾ പള്ളീനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. बोलिए। बिस्मिल्लाहिर्रहमानिर्रहीम नहमदु व नसल्ली अला रसूलिल करीम अम्मा बाद। ये मस्जिद है ज़िला मुख्तसर साहिब की जामा मस्जिद। असली नाम इसका है मुरब्बी मस्जिद। ये सन 47 से पहले यानी 1894 की मस्जिद तामीर की गई है। ये 2 मंजिला मस्जिद है। इसके अंदर सभी मज़हब के लोगों का पैसा लगा हुआ है और इसके अतराफ़ में मुसलमानों की आबादी तो है नहीं। ये पर जो रहते हैं गैर लोग रहते हैं, नमाजी लोग इसमें आ जाते हैं नमाज़ पढ़ने के लिए। ये आम मस्जिदों के लिए खुली मस्जिद है, किसी वक्त कोई आए जाए, यहाँ पर कोई रोक टोक नहीं है। और कुछ और ये कितना साल हो गया है ये मस्जिद? इसको 1894 में तामीर होकर तैयार हो चुकी थी ये, यानी इस वक्त 128 साल हो चुके हैं इसको। कितना? 128 साल हो गए। 130 का? हाँ, 130 होता है। और इधर पहले कौन कौन? ये सन 47 से पहले ये मस्जिद थी, फिर इसके बाद में इसमें गुरुद्वारा बना लिया था, लेडीज़ गुरुद्वारा था। अच्छा। फिर उसके बाद में मुसलमानों ने यहाँ के सिफारिश की। जब इन्होंने भागदौड़ करी, इनके सामने अपनी बात रखी कि हम कहाँ पर नमाज़ पढ़ें, कहाँ नमाज़ अदा करें। इन्होंने कहा बता दो जगह, तुम भी हम बता देंगे भाई, दे देंगे जगह तो नमाज़ पढ़ने के लिए। तो यहाँ के मुसलमानों ने कहा ये मस्जिद है, यहाँ पर हम नमाज़ पढ़ सकते हैं। यहाँ इन्होंने इतना कहते ही इस गुरुद्वारा जो था इनका वो अपना सामान उठा लिया और कह दिया पकड़ो मस्जिद मुसलमानों को। यानी 30 साल के करीब हो गए इसको आज़ाद हुई मस्जिद को। अच्छा। 30 साल हो गए मुसलमानों के कब्ज़े में आज़ाद है माशाअल्लाह। और शब का बारे में आप तो देखा शब का? नहीं, मुलाकात नहीं हो पाई, लेकिन इच्छुक है इंशाल्लाह शाम को देखने इंशाल्लाह हो जाए और दुआ की दरखास्त है। इंशाल्लाह शाम को 4 बजे जाएगा तो मुमकिन आपको मिलेगा इंशाल्लाह। चलो ट्राई करो। और कैसे सब तो खुशी है ना? और ये मेरे साहिब हैं जमात में। कैसे है? ठीक है जी, अल्लाह का। अच्छा। और 4 माह की जमात। आपका कितना उम्र, कितना साल हो गया? एज आपकी हमारी उम्र 65 साल के करीब। 65 कर दो। 65 ഇംഗ്ലീഷ് बोलिए। 65 മാഷാഅല്ലാ. അപ്പം ഇവിടുത്തെ ഇമാമാണത്. 65 വയസ്സായി. അപ്പം ഇവിടുത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതൊരു ഗുരുദ്വാരായിരുന്നു. പിന്നീട് ഇവിടെയുള്ള ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കിടന്നു. പിന്നെ ഇവിടെ കുറേ മുസ്ലിംസുകൾ വന്ന് അപ്പോൾ ഈ ഗുരുദ്വാര ഈ മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത, സന്തോഷത്തോട് കൂടിയിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുത്തതാണിത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. മസ്ജിദ് का नाम क्या बोलें? ജാമ മസ്ജിദ്. അപ്പം ഈ പള്ളിൻ്റെ പേരാണ് ജാമ മസ്ജിദ്. ജഗാ നാം മുക്തസർ. അപ്പോൾ മുക്തസർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മസ്ജിദ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളു അതുമാതിരി ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. ഇപ്പം തന്നെ കേബിൾ ഇതാ ഡയറക്റ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം നമ്മളെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ബാറ്ററി പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സ്റ്റില്ലായി പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് കിടിലൻ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ.
അപ്പോൾ ഈ കാണുന്നതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കേട്ടോ. പഴയ രീതിയിൽ പണ്ടത്തെ സ്റ്റൈലിലുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഉണ്ട്. ഭയങ്കര ഇരുടാണ്. മുകളിൽ നിന്ന് കാണിച്ചു തരാം ബാക്കി കാഴ്ചകൾ. ഉണ്ടോ ഇവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴികളാട്ടോ. നമുക്ക് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ കറങ്ങി പോകണം. ഞാനിപ്പോൾ ഉള്ളത് മിനാരത്തിൻ്റെ ഏറ്റവും മുകളിലാട്ടുള്ളത്. ഇതാ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇവിടുന്ന് ഏണി വെച്ചിട്ട് മെല്ലെ കയറിയതാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇതാണ്ട ഇവിടുത്തെ സിറ്റിയാണിത്. എന്തായാലും പറഞ്ഞത് മുക്സാറ ഇവിടുത്തെ സിറ്റിയാണ് ഈ കാണുന്നത്. കണ്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്. ഇനി കുറച്ചുകൂടി വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെ ഉണ്ടാവും. കാരണം ചെറിയൊരു മൂടൽ കാണുന്നുണ്ട്. ചിലപ്പം ഭയങ്കര പൊടിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ മഞ്ഞ്. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഓക്കെ, അങ്ങനെ സംഭവം അടിപൊളിയല്ലേ. പിന്നെ ഇവിടുത്തെ പെയിൻറ്റിങ് വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പെയിൻറ്റിങ് വർക്കാണ്. അതുമാത്രമല്ല ഈ ചുമരൊക്കെ തേച്ചത് ഫുള്ള് ചുണ്ണാമ്പാട്ട്. അന്നത്തെ കാലത്തെ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മിശ്രം കൂടി ചേർക്കണതാണത്. അതാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴോ പൊളിഞ്ഞു പോകേണ്ടതാണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം കേട്ടോ, മറക്കണ്ടേ. യാത്രാ പോയിൻ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.